കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ കരപ്പനും വട്ടച്ചൊറിയും അതുപോലെ ഈ നമുക്കൊക്കെ ആണെങ്കിലും പൊള്ളലും മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് മാത്രമല്ല നമുക്ക് എല്ലാ രീതിയിലുള്ള സ്കിൻ അലർജിക്കും ഇതുപോലെ നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കി വീട്ടിൽ വെക്കാം കേട്ടോ. ഇത് 4 വർഷം 5 വർഷം മുൻപ് ഞാനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലാണ്, റീൽസ് മീഡിയയുടെ ചാനലാണ് ഈ ഒരു എണ്ണ ഫസ്റ്റിൽ തന്നെ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടത്. ഇപ്പം ഈ ഒരു വീഡിയോ എണ്ണ ഉണ്ടാക്കിയിടാത്ത ചാനലോ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. കാരണം അത്രയ്ക്ക് റിസൾട്ട് ഉള്ള എണ്ണയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാനലുള്ള ആളുകളും ഈ ഒരു കണ്ടന്റ് അടിച്ച് മാറ്റിയിട്ട് എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കിയിടാമെന്നല്ല, ഉണ്ടാക്കി ഈ വീട്ടിലെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കയ്യിലും കാലിലൊക്കെ മുറിവും പൊള്ളലൊക്കെ വരുമ്പോൾ അമ്മമാർക്ക്, പ്രത്യേകിച്ച് അടുക്കളയിൽ കയറുന്ന അമ്മമാർക്ക് അറിയാലോ, കൈയൊക്കെ മിക്കപ്പോഴും തന്നെ പൊള്ളും, മുറിവ് വരും. അത് മാത്രമല്ല കുട്ടികൾക്ക് കരപ്പനും വട്ടച്ചൊറിയും വരും. അത് മാത്രമല്ല താരനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇളകി പോകാനൊക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ എണ്ണ ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുമ്പോൾ താരനും വട്ടച്ചൊറിക്കൊക്കെ കുറച്ചും കൂടി കൂടുതൽ നല്ലത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഒരു 1-2 വെറ്റില കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ, ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും. ഒരു 50 ml വെളിച്ചെണ്ണ നമുക്ക് അതിനകത്തേക്ക് ഈ ഒരു ഇത് നമുക്ക് അരിഞ്ഞിടണം. അരിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ മൂപ്പ് നിങ്ങൾ കണ്ടോ കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് കൂടുതലൊക്കെ എണ്ണ ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ 1 കൊല്ലമല്ല 2 കൊല്ലം ഒരു നല്ല എണ്ണ കേടാവത്തില്ല. അപ്പോൾ അടുക്കളയിൽ ഒരു കുഞ്ഞു കുപ്പിയിലാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കൈയും കാലൊക്കെ പൊള്ളും മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ചൊറി കരപ്പിലൊക്കെ വരുമ്പം ഒരു 2-3 നേരമായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ ഇതിന് മാത്രമല്ല കേട്ടോ, കാലിൻ്റെ ഒടിഭാഗം ചൊറിച്ചിലുള്ളവർക്കും ഈ ഒരു എണ്ണ 2-3 തവണയായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള സ്കിൻ അലർജി മാറിക്കിട്ടും കേട്ടോ.